അധ്യക്ഷൻ ബഷീർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനായ റിയാസ് അഹമ്മദ്, അൻവർ അമീന്, അതുപോലെ തന്നെ ഇവിടെ ഇനി സംസാരിക്കാനുള്ള MLA മാർ കുർക്കോളി മൊയ്തീൻ, മുൻ MLA അബ്ദുറഹ്മാൻ എണ്ടത്താണി, ചെയർപേഴ്സൺ നസീമ തുടങ്ങി ഈ പോളിയുടെ മറ്റു ഭാരവാഹികൾ, കമ്മിറ്റി ഗവേണിംഗ് ബോഡി മെമ്പർമാർ, ഭാരവാഹികൾ, പ്രിയമുള്ള സഹോദരന്മാർ, ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് എല്ലാവർക്കും. കാരണം സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്ക് ഈ സ്ഥാപനം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ്. എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും അവസാനം പ്രസംഗിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ബന്ധം പറഞ്ഞു. അമീനാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച് ഇവിടെ അധ്യാപകനായി ഇപ്പോൾ ഗവേണിംഗ് ബോഡി ചെയർമാനായി ഇരിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ തുന്നിച്ചേർത്ത മഹത്തായ ഒരു സ്ഥാപനം അതാണ് SSM പോളിടെക്നിക്ക്. ഇവിടെ പഠിച്ച് ഉയർന്ന നിലകളിലൊക്കെ എത്തി സമൂഹത്തിൻ്റെ പല മേഖലകളിലും വിരാജിക്കുന്ന വലിയ വിജയം വരിച്ച ആളുകൾക്കൊക്കെ തന്നെ ഇവരൊക്കെ ഉദാഹരണങ്ങളാണ്. സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തെ പൊളിറ്റിക്സിനെ കണ്ടിരുന്നത് സാമൂഹ്യ പരിഷ്കരണത്തിന് കൂടിയാണ്. നവോത്ഥാനം, യഥാർത്ഥ നവോത്ഥാനം രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ സമൂഹത്തെ എംപവർ ചെയ്യുക എന്നുള്ള ഇതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ സ്ഥാപനം. ഇവിടെ പഠിച്ചവർക്ക് ഇന്നും ജോബ് മാർക്കറ്റിലും ഒക്കെ വളരെ നല്ല സ്ഥാനമുണ്ട്. ആ പ്രൊഫഷണലിസം ഒട്ടും ചേർന്ന് പോവാതെ ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു സ്ഥാപനമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പിന്നെ വലിയ നിലയിൽ വന്നെങ്കിലും ശരി, ഈ സ്ഥാപനം ആദ്യകാലത്തുള്ള അത്തരത്തിലുള്ള അതിൻ്റെ ഫൗണ്ടേഷനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു ഗവേണിംഗ് ബോഡിയുണ്ട്. ആ ഗവേണിംഗ് ബോഡിയും വളരെ അധികം സ്ട്രോങ് ആണ്. അൻവർ അമീൻ ചെയർമാൻ എന്ന് പറഞ്ഞതുപോലെ, ബഷീർ തങ്ങൾ പ്രസിഡന്റ് പോലെ, ബാക്കി എറണാകുളത്തും അതുപോലെ തന്നെ ഇവിടെയൊക്കെയായി ഒരു ഹിസ്റ്റോറിക്കലായ കാര്യങ്ങൾ നിർവഹിക്കുന്ന നല്ലൊരു ഗവേണിംഗ് ബോഡി, അതുപോലെ ആ പ്രൊഫഷണലിസം ഒട്ടും പോവാത്ത അധ്യാപകരെല്ലാം ഉള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമുക്കൊക്കെ അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വൈകാരികമായ ബന്ധം, ഈ ഏറ്റവും ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് പോയ ഈ സ്ഥാപനത്തോടൊപ്പം ചരിത്രം പറയാവുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, വൈഫ് ഇവിടെ സന്നിധയായിട്ടുണ്ട്. ഒരു വളരെ അധികം ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായ ഘട്ടത്തിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ജീവിതം തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി അങ്ങ് സമർപ്പിച്ച ഒരാളായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക മേൽനോട്ടം, അതുകൊണ്ട് തന്നെ പിന്തുണ ഈ സ്ഥാപനത്തിന് എന്നുമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ സ്ഥാപനത്തിന് അതിൻ്റെ ചരിത്രം കൊണ്ട് വലിയ പിന്തുണയുണ്ട്. ഇന്ന് ഈ വേദി തന്നെ ഇന്നിവിടെ തെളിയിക്കുകയുണ്ടായി. അത് ഭാവിയിലും തുടരും എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഈ വെബ്കാസ്റ്റ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ്.